بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. يرحم من في الأرض يرحمكم من في السماء. صدق رسول الله صلى الله عليه وسلم. ബഹുമാന മുഅ്മിനീങ്ങളെ, എൻ്റെ കൂടെയുള്ള സഹയാത്രികരായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവർകളും പേര് അബ്ദുറഹ്മാൻ തക്കാഫി അവർകളും ആവശ്യമായതൊക്കെ നിങ്ങളോട് പറയും. അവരും വളരെ ക്ഷീണിതരാണ്. ഞാൻ അങ്ങേയറ്റം ക്ഷീണിതരാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പ്രസംഗിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ. മുസ്ലിംകൾ അല്ലാത്തവരിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിക്കുന്നതിൻ്റെ വിധി എന്താണ്, അങ്ങനെ അത് അനുവദനീയമാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടുത്തുന്ന അധ്യായം. സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങൾ 3 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ചതിൽ നിന്ന് റിപ്പോർട്ടർമാരുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരെയും ഒഴിവാക്കി 100% എല്ലാ മുഹദ്ദിസുകളും സമ്മതിച്ച റിപ്പോർട്ടർമാർ മാത്രം പറയുന്ന ഹദീസാണ് സഹീഹ് ബുഖാരിയിൽ ഉള്ളത്. സഹീഹ് മുസ്ലിമിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിച്ചാൽ പിന്നെ ഏറ്റവും ബലമായത് സഹീഹുൽ ബുഖാരിയാണ്. അതിലൊരു അധ്യായമാണ് ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ. മുസ്ലിംകൾ അല്ലാത്തവരിൽ നിന്ന് ഒരു ഹദിയ സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ വിരോധമില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ആ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അവാർഡ് എനിക്ക് നൽകിയപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എന്ന് അല്ല. അതേ സമയത്ത് നമ്മളിതുവരെ കേട്ടതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിംകളും ക്രൈസ്തവർ, ജൂതന്മാർ ചുരുക്കം, ഹൈന്ദവർ, അതുപോലെ ജൈനൻ തുടങ്ങി നിരവധി മതത്തിൻ്റെയും തീരെ മതമില്ലെന്ന് പറയുന്ന ആളുകളുടെയും ഒരു കൂട്ടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അതിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം.
അപ്പം നാം ഇത് പഠിച്ചിരിക്കണം. നാം എന്തു ചെയ്യുന്നുവെങ്കിലും ഇസ്ലാം മതത്തിൽ അതിൻ്റെ വിധി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഈ മുദ്രാവാക്യം വെച്ചത് തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ അവരുടെ ഗുണം എടുത്തു പറയുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി പറയുക, അങ്ങനെ സ്വഭാവം ചിലർക്കുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ ആശയവും എൻ്റെ അഭിപ്രായവും പറയുമ്പോൾ മറ്റു മതക്കാരെയും മറ്റ് പ്രാസംഗികന്മാരെയും എല്ലാം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ടാകാൻ പാടില്ല. പലരും ഇത് ആ നിലവാരം കൈക്കൊള്ളുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. അത് പറഞ്ഞാൽ നാലാളെ സ്റ്റേജിൻ്റെ മുമ്പിൽ കിട്ടിയാൽ പൊട്ടിത്തെറിച്ച് എല്ലാ ആളുകളെയും ഇകഴ്ത്തുന്ന വിധത്തിൽ തൻ്റെ പോലീസ ഇങ്ങനെ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാം. അങ്ങനെ ഒരിക്കലും ആവരുത്. അവനവൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടി വന്നാൽ അറിയിച്ചു കൊടുക്കാം. അതേസമയത്ത് മറ്റുള്ളവരെ ഇകഴ്ത്തുന്നത്, താഴ്ത്തിക്കാണുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ ഇകഴ്ത്തി കാണിക്കാതെ ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഇവിടെ ബഹളമുണ്ടാവുകയില്ല, തമ്മിൽ അടിയുണ്ടാവുകയില്ല. ഈ ജീവിതം നാം എല്ലാവരും സ്വീകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.